ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണർ റിലീസായി തിയേറ്ററിൽ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകയുടെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് വിശദമായി പുറത്തു വന്നിട്ടുണ്ട്. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച് കല്യാണി, പ്രിയദർശൻ, നസ്രീൻ എന്നിവർ പ്രധാന താരങ്ങളായി അഭിനയിച്ച ഈ സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 5,46,00,000 രൂപയാണ്. ആദ്യ 7 ദിവസം കൊണ്ട് കേരളത്തിൽ 32,46,00,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 53,76,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഇനി വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ GCC കളക്ഷനായി $3.88 മില്യൺ ഈ സിനിമ സ്വന്തമാക്കിയത്. ചിത്രത്തിന്റെ 7 ദിവസത്തെ ഓവർസീസ് കളക്ഷൻ $5.95 മില്യൺ, അതായത് 52,43,00,000 രൂപ. അങ്ങനെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസങ്ങളിൽ ലോകമെമ്പാടുമായി 106,10,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഉത്രാട ദിനം കൂടിയ 8ാം ദിവസമായ രണ്ടാമത്തെ വ്യാഴാഴ്ചയിലേക്ക് വന്നാൽ സിനിമ കേരളത്തിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം 3,65,00,000 രൂപയാണ് നേടിയെടുത്തിരുന്നത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6 കോടിക്ക് മുകളിലാണ്. അങ്ങനെ ആദ്യ 8 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ ഈ സിനിമ 38,50,00,000 റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. 8ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയിലെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 16 കോടി റേഞ്ചിലാണ്. ആദ്യ 8 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 120-122 കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. മോഹൻലാൽ നായകനായി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച തിയേറ്ററെത്തി കുടുംബ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ഹൃദയപൂർവ്വം. ഇന്നലെ ബുധനാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,84,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 7 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 17,04,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി ആദ്യ 7 ദിവസം കൊണ്ട് 43,50,00,000 റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇനി 8ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയിലേക്ക് വന്നാൽ ഈ സിനിമ കേരളത്തിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ പ്രീസെയിൽ കളക്ഷനായി ഇന്ന് നേടിയെടുത്തത് 90,00,000 രൂപയാണ്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 2 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 8 ദിവസം കൊണ്ട് 19 കോടിക്ക് മുകളിൽ കളക്ഷൻ കേരളത്തിൽ നേടിക്കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഇന്ന് 6.5-7 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആദ്യ 8 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി 50 കോടിക്ക് മുകളിൽ കളക്ഷനാണ് നേടിയെടുക്കാൻ പോകുന്നത്. നാളെ സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച തിരുവോണ ദിവസം റിലീസ് ചെയ്യപ്പെടുന്ന ബോളിവുഡ് സിനിമയാണ് ദി ബംഗാൾ ഫയൽസ്. വിവേക് അഗ്നിഹോത്രി തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ പല്ലവി ജോഷി, മിഥുൻ ചക്രവർത്തി, അനുപം ഖേർ, ദർശൻ കുമാർ എന്നിങ്ങനെയാണ് താരങ്ങൾ. നാളെ സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിടുന്ന രണ്ടാമത്തെ ബോളിവുഡ് സിനിമയാണ് ബാഗി 4. സാജിദ് നദിയാദ്വാല തിരക്കഥ എഴുതി ഹർഷ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ സിനിമയിൽ ടൈഗർ ഷെറോഫ്, സഞ്ജയ് ദത്ത്, സോനം ബജ്വ എന്നിങ്ങനെയാണ് താരങ്ങൾ. നാളെ സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിടുന്ന മൂന്നാമത്തെ ബോളിവുഡ് സിനിമയാണ് ഉഫ് യഹ് സിയാപ്പ. ജി അശോക് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ സോഹം ഷാ, നൂറ ഫത്തേഹി, ഓംകാർ കപൂർ, ഷാരിബ് ഹാഷ്മി എന്നിങ്ങനെയാണ് താരങ്ങൾ. AR മുരുകദോസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നാളെ സെപ്റ്റംബർ 5 തിയേറ്ററിലെത്തുന്ന ഒരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ തമിഴ് സിനിമയാണ് മദ്രാസി. ശിവകാർത്തികേയൻ, രുക്മിണി വസന്ത്, മലയാളി താരം ബിജു മേനോൻ, വിക്രാന്ത്, ഷബീർ കല്ലറയ്ക്കൽ എന്നിങ്ങനെയാണ് താരങ്ങൾ. രജനീകാന്ത് നായകനായി ലോകേഷ് കനകരാജ് തിരക്കഥ സംവിധാനം ചെയ്ത കൂലി എന്ന സിനിമ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 22ാമത്തെ ദിവസമാണ് പിന്നിടുന്നത്. ഇന്നലെ ബുധനാഴ്ച വരെയുള്ള ആദ്യ 21 ദിവസത്തെ ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുമ്പോൾ കേരളത്തിൽ 24,65,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് 44,85,00,000 രൂപയും ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 69,53,00,000 സ്വന്തമാക്കിയ സിനിമ തമിഴ്നാട് കളക്ഷനായി ആദ്യ 21 ദിവസം കൊണ്ട് 146,25,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായി 49,42,00,000 സ്വന്തമാക്കി 334,70,00,000 രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. വിദേശ കളക്ഷനായി ഈ സിനിമ ഇതുവരെ നേടിയെടുത്തിട്ടുള്ളത് 176,80,00,000 രൂപയാണ്. ടോട്ടൽ 511,50,00,000 രൂപയാണ് 21 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ OTT റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. ആമസോൺ പ്രൈം വഴി ഈ വരുന്ന സെപ്റ്റംബർ 11 ഈ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. സിനിമാസ്വാദകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മലയാള സിനിമയാണ് പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന വിലായത്ത് പുത്ത. GR ഇന്ദുഭവൻ തിരക്കഥ എഴുതി നവാഗതനായ ജയൻ നമ്പീർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ പ്രിയംവദ കൃഷ്ണൻ, അനു മോഹൻ, ഷമ്മി തിലകൻ, രാജശ്രീ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമയുടെ ടീസർ നാളെ തിരുവോണ ദിവസം റിലീസ് ചെയ്യും എന്ന അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.